ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ ദേഹമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നതോടുകൂടി നാം ആരാണെന്ന പരമസത്യം മറന്നു പോവുകയും പിന്നീട് നാം ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ദേഹം സ്ത്രീയുടേതാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് എന്നും, ദേഹം പുരുഷൻ്റേതാണെങ്കിൽ ഞാനൊരു പുരുഷനാണ് എന്നും എന്നുമാണല്ലോ നാം ധരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് സത്യമല്ല എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഈശ്വരനെ മറ്റേതോ ലോകത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല, ഇങ്ങോ സമീപമുണ്ടല്ലായ്പ്പോഴുമെന്ന് ഉള്ളിലോർത്തിയിടണം നമ്മൾ. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ, എവിടെയോ ലോകത്തിരിക്കുന്ന ഒരു ശക്തിവിശേഷമല്ല, എന്നിട്ട് ഇവിടെ വന്ന് നമ്മെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല, ഇങ്ങു സമീപമുണ്ടല്ലായ്പ്പോഴുമെന്ന് ഉള്ളിലോർത്തിയിടണം നമ്മൾ. ഇന്ന് സമീപം ഇവിടെയുണ്ട്. തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണെന്ന പരമസത്യം നാം ബോധിക്കണം. അത് ബോധിക്കാൻ നമ്മുടെ അജ്ഞത നീങ്ങാൻ ഉണ്ടാക്കപ്പെട്ടതാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാം തന്നെ. നമ്മുടെ വീടും കുടുംബവും ബന്ധുമിത്രാദികളോടും കൂടി കഴിയുമ്പോൾ ഒരിക്കലും അതിനെ അറിയാൻ കഴിയുകയില്ല. അതിന് മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി വെച്ച് അത്തരം അന്തരീക്ഷങ്ങളിൽ ചെന്ന് നാം മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. അങ്ങനെ ശാന്തമായ മനസ്സ് പ്രക്ഷുബ്ധമാകാതെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട പരമസത്യമാണ് എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ. എവിടെയോ ഇരിക്കുന്ന ഒന്ന് ഇവിടെ വന്നിട്ട് രക്ഷിക്കുകയല്ല. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. അവിടെ നിന്നും ഇവിടെ വന്ന് തുണയ്ക്കല്ല, ഇങ്ങോ സമീപമുണ്ടെല്ലായ്പ്പോഴുമെന്ന്, എല്ലാ സമയത്തും ഇവിടെ നമ്മുടെ അടുത്ത് നമ്മിൽ തന്നെ ഉണ്ട് എന്ന് ഉള്ളിലോർത്തിയിടണം നമ്മൾ. നമ്മളെപ്പോഴും ഉള്ളിൽ ഓർക്കേണ്ട പരമസത്യമാണ് അത്. അത് ബോധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം തെറ്റായി ധരിച്ചത് കൊണ്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളുടെ പിന്നാലെ നമ്മൾ ഓടേണ്ടതായി വരുന്നത്. വാസ്തവത്തിൽ മരുഭൂമിയിലെ മരീചിക പോലെ കാണുന്ന ജലാശയം സത്യമാണെന്ന് ധരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി മാൻകൂട്ടം മണലാരണ്യത്തിൽ കടന്ന് നശിക്കേണ്ടി വരുന്നത് പോലെയാണ്. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള വിഷയവസ്തുക്കളാണ് സത്യം എന്ന് ഭ്രമിച്ച് അവയുടെ സമ്പാദനത്തിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ പരിശ്രമിച്ചു. അവസാനം ഒന്നും അറിയാതെ, ഇതുവരെ നേടിയതൊന്നും തനിക്ക് സഹായകമാകാതെ താൻ ഭയപ്രദമായി മരണം വരിക്കേണ്ട രംഗമാണ് നാം കണ്ടുവരുന്നത്. അതിനാൽ ഇനിയെങ്കിലും നാം ആ തെറ്റുകളെ തിരുത്തി ശരിയായ ധാരണയുണ്ടാക്കി നമ്മൾ ആരാണെന്ന്, നമ്മൾ ആരും തന്നെ മരിക്കുന്നില്ല എന്നും ദേഹമാണ് മരിക്കുന്നത് എന്നും ഉള്ള സത്യത്തെ ബോധിക്കണം. ആ സത്യം ബോധിക്കാൻ ഈ മർത്യദേഹത്തിലിരുന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതറിയാനാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സഫലമായി തീരണമെങ്കിൽ നാം ആരാണെന്ന പരമസത്യം ബോധിക്കണം. അതിനാൽ നാം അറിയേണ്ട
എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. ഇങ്ങു സമീപമുണ്ടല്ലായ്പ്പോഴുമെന്ന് ഉള്ളിലോർത്തിടണം നമ്മൾ.